അപ്പൊ 10th CBSE സയൻസിലെ ലാസ്റ്റ് ചാപ്റ്ററായ അവർ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ ആ സയൻസിലുള്ളതിലെ ഒരു ഈസി ചാപ്റ്റർ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ബോർഡ് എക്സാമിന് നമുക്കൊരു മാക്സിമം ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, 5 മാർക്കിനകത്തെന്ന് പറയുമ്പോഴത്തേനും 2 മാർക്ക് ആവാം, 1 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക്, അങ്ങനെ 5 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയില്ല. 2 മാർക്ക് 3 മാർക്ക് ആ മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റം, വാട്ട് ഈസ് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സറൗണ്ടിങ്സിനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു ലിവിങ് തിങ്സ് ആണ്. നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോഴത്തേനും ലിവിങ് തിങ്സ് വരും, നോൺ ലിവിങ് തിങ്സ് വരും, മൈക്രോ ഓർഗാനിസംസ് വരും, ആനിമൽസ്, പ്ലാന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു വീട് വേണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു പ്ലാന്റ്സ് വേണം. പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പം ലിവിങ് തിങ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടും എല്ലാം കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് എക്കോസിസ്റ്റം. അപ്പൊ എക്കോസിസ്റ്റത്തിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയണമെങ്കിൽ ദ സറൗണ്ടിങ്സ് ഓഫ് എ ഓർഗാനിസം ഈസ് കാൾഡ് എക്കോസിസ്റ്റം. നമ്മളെല്ലാം കോമൺ ആയിട്ട് ഓർഗാനിസം എന്ന് പറയാൻ പറ്റും. ഒരു ഓർഗാനിസവും അതിന്റെ സറൗണ്ടിങ്സിനും കൂടെ ചേർത്തിട്ട് നമുക്ക് എക്കോസിസ്റ്റം എന്ന് പറയും. ഇനി മെയിൻ ആയി എക്കോസിസ്റ്റം വന്നിട്ട് 2 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഉണ്ട്. ഈ വേർഡ് പോലെ തന്നെയാണ് നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് അറിവ് ഫ്രം നാച്ചർ, നാച്ചുറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന എക്കോസിസ്റ്റത്തിന് പറയുന്ന പേരാണ് നാച്ചുറൽ എക്കോസിസ്റ്റം. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മെയ്ഡ് ബൈ ഹ്യൂമൻസ് ആർ കാൾഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയും. ഓക്കെ, സോ എക്കോസിസ്റ്റം വന്ന് 2 ടൈപ്സ്, നാച്ചുറൽ എക്കോസിസ്റ്റം, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. നാച്ചുറലി ഉണ്ടാകുന്നത് നാച്ചുറൽ എക്കോസിസ്റ്റം, നമ്മളായിട്ട് ഉണ്ടാകുന്നത് ഒന്ന് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. ഈ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ വന്നിട്ട് എക്സാമ്പിൾ ആയിട്ട് മെയിൻ ആണ് നിങ്ങൾക്ക് പോണ്ട് എഴുതാം, റിവർ എഴുതാം, മൗണ്ടൻസ് എഴുതാം. ഇതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, നാച്ചുറലി വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നാച്ചുറൽ എക്കോസിസ്റ്റം പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൽ വന്നിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കുന്നത്, അതിന്റെ മെയിൻ എക്സാമ്പിൾ നമുക്ക് അക്വേറിയം എഴുതാം, അക്വേറിയം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, അപ്പം എക്കോസിസ്റ്റം എന്താണെന്ന് പഠിക്കുക. 2 ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്, നാച്ചുറൽ എക്കോസിസ്റ്റം, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എൻവയോൺമെന്റിൽ, നമ്മൾ ഒരു സറൗണ്ടിങ്സിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേനും നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ 3 ആയിട്ട് ഓർഗാനിസത്തിനാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻടു മെയിൻ 3 കാറ്റഗറീസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊഡ്യൂസേഴ്സ്, സെക്കൻഡ് വൺ കൺസ്യൂമർ, തേർഡ് വൺ ഡീകമ്പോസേഴ്സ്. So organisms are classified into mainly 3 types: producers, consumers, decomposers. Producers എന്ന് പറയുമ്പോഴത്തേനും അതിലെ മീനിങ് producers, those who produce something is called producers. അപ്പോൾ producers മെയിൻ ആയിട്ട് വരുന്നത് പ്ലാന്റ്സ് ആണ്. സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സ് ഡു ഫോട്ടോസിന്തസിസ്. അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് വഴി അവർ അവരുടെ സ്വന്തം ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് they are called producers. ആ അവർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എടുത്ത് യൂസ് ചെയ്യുന്നത് ആരാണോ അവരാണ് കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിൽ മെയിൻ ആയിട്ട് ഹ്യൂമൻസ്, ആനിമൽസ്, ഇതെല്ലാം കൺസ്യൂമേഴ്സ് വരും. കാരണം ഇവർ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് യൂസ് ചെയ്യുന്നത് നമ്മളാണ്. ഇനി നമ്മളെ യൂസ് ചെയ്യുന്നവരെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, ഇപ്പോൾ ഒരു പട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനിമൽ റോഡിൽ ചത്തിടക്കണം, 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേനും അതിന്റെ എല്ലാം മാത്രമേ ബാലൻസ് ആയിട്ട് കാണുള്ളൂ. അത് നാച്ചുറലി അതിലെ മൈക്രോ ഓർഗാനിസംസ് എല്ലാം പ്രൊഡ്യൂസ് ആയി ആ മൈക്രോ ഓർഗാനിസംസ് വേസ്റ്റ് മൊത്തം തിന്ന് കഴിക്കും. ഓക്കെ, തിന്നുന്ന ഒരു പ്രോസസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആര് വേണം? ഡീകമ്പോസേഴ്സ് വേണം. അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും മെയിൻ ആയിട്ട് മൈക്രോ ഓർഗാനിസംസ് വരും. ഓക്കെ, വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ആരാണോ അവരാണ് നമ്മൾ മോസ്റ്റ്ലി ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ ഡെഫിനിഷൻ എഴുതാൻ പറ്റും. പ്രൊഡ്യൂസേഴ്സ് ആർ ദ ഓർഗാനിസംസ് വിച്ച് പ്രൊഡ്യൂസസ് ഫുഡ് എന്ന് പറയാൻ പറ്റും. കൺസ്യൂമേഴ്സ് ആർ ദ ഓർഗാനിസംസ് വിച്ച് ഡിപെൻഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ്. അതേപോലെ ഡീകമ്പോസേഴ്സ് ആർ ദ ഓർഗാനിസംസ് വിച്ച് കൺവേർട്ട് കോംപ്ലക്സ് സബ്സ്റ്റൻസ് ഇൻടു സിമ്പിൾ സബ്സ്റ്റൻസ്. അപ്പോൾ മെയിൻ ആയിട്ട് ഓർഗാനിസത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുക, 2 മാർക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫുഡ് ചെയിൻ ആണ്. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഫുഡ് ചെയിനും ഉണ്ട്, ഫുഡ് വെബും ഉണ്ട്. അപ്പോൾ ഇത് വാട്ട് ഇസ് ദ ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിഫൈൻ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഒന്ന് നോക്കുക. ഫുഡ് ചെയിൻ അതേപോലെ തന്നെയാണ് ഫുഡ് വെബ്. അതിന്റെ പേര് പോലെ തന്നെയാണ്. ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത് നമ്മൾ ചെയിൻ എന്ന് പറയുന്നത്. വെബ് എന്ന് പറഞ്ഞാൽ അതൊരു ചിലന്തി വല പോലെ ആയിരിക്കും. അപ്പൊ അതിന് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം വേറെ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ ഓർഗാനിസത്തിന് വേറെ ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ചെയിൻ മോഡലിൽ പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാസിനെ ഗോട്ട് ഡിപ്പെൻഡ് ചെയ്യണം, ആട് വന്നിട്ട് ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതേപോലെ ഗോട്ടിനെ വന്നിട്ട് ഒരു ടൈഗർ ഡിപ്പെൻഡ് ചെയ്യണം. അതേപോലെ ഈ ടൈഗറിനെ ഒരു വൾച്ചർ അല്ലെങ്കിൽ ഒരു ഈഗിൾ ഡിപ്പെൻഡ് ചെയ്യണം. ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം സിംഗിൾ ടൈപ്പ് ആണ്. ഓരോ ഓർഗാനിസത്തിന് ഓരോ ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ഫുഡ് ചെയിൻ എന്ന് പറയാൻ പറ്റും. ആൻഡ് ഓർഗാനിസംസ് ഈസ് ഡിപ്പെൻഡ് ഓൺ അനദർ ഓർഗാനിസംസ് ഇൻ എ സീരീസ് മാനർ. ഒരു സീരീസ് മാനറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ഫുഡ് ചെയിൻ എന്ന് പറയാൻ പറ്റും. അതേ ടൈമിൽ ഇപ്പോൾ ഗ്രാസ് തന്നെ എടുക്കണം. ഈ ഗ്രാസിനെ തന്നെ ഗോട്ടും ഡിപ്പെൻഡ് ചെയ്യണം, ഒരു ഗ്രാസ് ഹോപ്പറും ഡിപ്പെൻഡ് ചെയ്യണം. അതേപോലെ ഈ ഗോട്ടിനെ ലയൺ ഡിപ്പെൻഡ് ചെയ്യും, ഗോട്ടിനെ ടൈഗർ ഡിപ്പെൻഡ് ചെയ്യും, ഗോട്ടിനെ ഹ്യൂമൻസ് ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ഈ ഗ്രാസ് ഹോപ്പറിനെ വന്നിട്ട് ഫ്രോഗ് ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ സ്നേക്ക് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഓരോ ഓർഗാനിസത്തിനും നിറയെ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഫുഡ് വെബ്. ജസ്റ്റ് ലൈക്ക് എ വെബ് സ്ട്രക്ചർ. ഒരു ഓർഗാനിസത്തിന് നിറയെ ഓർഗാനിസംസ് കഴിക്കും, അതിന് പറയുന്ന പേരാണ് ഫുഡ് വെബ്. അപ്പോൾ ഫുഡ് ചെയിനും ഉണ്ട്, ഫുഡ് വെബ് ഉണ്ട്. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോഴും സിംഗിൾ ഓർഗാനിസം ഒരു ചെയിൻ മോഡലിൽ പോകും. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു ഓർഗാനിസത്തിന് വേറെ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 10% ഇല്ല. ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ഒന്ന് നല്ലപോലെ പഠിക്കുക. 10% ഇല്ല. ഈ 10% ഇല്ല എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്ത് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ എർത്ത് നിലനിൽക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. അല്ലെ, പ്ലാന്റ്സും അതുപോലെ തന്നെ സണ്ണിലേക്ക് പിന്നെ ഒന്നുമില്ല. നമുക്ക് ഫുള്ള് കിട്ടുന്ന, നമുക്ക് എനർജി ഫുള്ള് കിട്ടുന്ന ഒരു സ്രോതസ്സാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ വേണം, അതേപോലെ തന്നെ പ്ലാന്റ്സ് വേണം. അപ്പോൾ സൂര്യനിൽ നിന്ന്
ഇപ്പൊ സപ്പോസ് സണ്ണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഇതാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സ് വന്ന് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ക്യാപ്ചർ ചെയ്തിട്ട് അത് ഫോട്ടോസിന്തസിസ് ചെയ്യും. അപ്പോൾ ഫോട്ടോസിന്തസിസ് ചെയ്ത് ഈ പ്ലാന്റ്സ് അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ ഓൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പ്ലാന്റ്സിനെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയും. ദേ പ്രിപ്പയർ ദർ ഓൺ ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ദാറ്റ് ഇസ് കാൾഡ് ഓട്ടോട്രോപ്സ് എന്ന് പറയും. ഈ പ്ലാന്റ്സ് വന്നിട്ട് സൺലൈറ്റിന്റെ 1% ഓഫ് എനർജിയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. മൊത്തം എനർജി ക്യാപ്ചർ ചെയ്യില്ല. ടോട്ടൽ സൺലൈറ്റിന്റെ 1% ഓഫ് എനർജി വന്നിട്ട് ഈ പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യും. ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗോട്ട് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഗോട്ട് കഴിക്കുന്നത് ഏതാണ്? പ്ലാന്റ്സ് ആണ്. അപ്പൊ ഈ പ്ലാന്റ്സിനെ ഗോട്ട് കഴിക്കുമ്പോഴത്തേനും പ്ലാന്റ്സ് ചെയ്യുന്ന 10% ഓഫ് എനർജി വന്നിട്ട് ഗോട്ടിന് കിട്ടും. ഈ ഗോട്ടിനെ ഒരു ടൈഗർ അല്ലെങ്കിൽ ഒരു ലയൺ കഴിക്കുമ്പോഴത്തേനും ഈ ഗോട്ടിൽ നിന്ന് 10% ഓഫ് എനർജി ലയണിന് കിട്ടും. ഈ ലയണിനെ ഒരു ഈഗിൾ കഴിക്കണം പറ്റും. ഈഗിൾ കഴിക്കുമ്പോഴത്തേനും ഈ ലയണിന്റെ ബോഡിയിൽ നിന്ന് 10% ഓഫ് എനർജി വന്നിട്ട് ഈഗിളിന് കിട്ടും. അങ്ങനെ ഓരോ സീരീസ് വരുമ്പോഴത്തേനും ഓരോ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് വരുമ്പോഴത്തേനും 10% എനർജി വന്ന് ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിന് പറയുന്ന പേരാണ് 10% ലോ. അപ്പൊ സൺലൈറ്റിൽ നിന്ന് എടുക്കുമ്പോഴത്തേനും 1% എടുക്കും പ്ലാന്റ്സ്. പക്ഷേ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും ആ സീരീസ് ഓഫ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും 10% ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് കാൾഡ് 10% എന്ന് പറയും. ഇതൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പൊ പ്ലാന്റ്സിന് ഇപ്പൊ സപ്പോസ് പ്ലാന്റ്സിന്റെ അടുത്ത് 1 lakh ജൂൾ ഓഫ് എനർജി ഉണ്ടെന്ന് വെക്കുക പ്ലാന്റ്സിന്റെ അടുത്ത്. അപ്പൊ ഈ ഒരു പ്ലാന്റിന് വന്നിട്ട് ഒരു ഗോട്ട് വന്ന് കഴിക്കാൻ പറയണം. അപ്പൊ ഈ പ്ലാന്റ്സിന്റെ 10% ഈ 1 lakh എനർജിയുടെ 10% മാത്രമേ ഗോട്ടിന് കിട്ടുള്ളൂ. അപ്പൊ 1 lakh എനർജിയുടെ 10% എന്ന് പറയുമ്പോഴത്തേനും 10/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 10% മാറ്റുമ്പോഴത്തേനും 10/100. അപ്പൊ 0 ക്യാൻസൽ 0 ക്യാൻസൽ. അപ്പൊ ഇതിന് കിട്ടും ഗോട്ടിന് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ 10,000 ആയിരിക്കും. 1 lakh നിന്ന് 10,000 വന്നു. അതേപോലെ ഈ ഗോട്ടിനെ കഴിക്കുന്ന ലയൺ ഗോട്ടിന്റെ എനർജി ഇപ്പോൾ 10,000 ആണ്. ഈ 10,000ന്റെ 10% നമുക്കറിയാം 10,000ന്റെ 10% എന്ന് പറയുമ്പോഴത്തേനും ഇൻറ്റു 10/100 0 ക്യാൻസൽ 0 ക്യാൻസൽ. അപ്പൊ ഈ ലയണിന് കിട്ടുന്നത് 1000 ജൂൾ ആയിരിക്കും. ഈ ലയണിന് കഴിക്കുന്ന ഈഗിളിന് കിട്ടുന്നത് 100 ജൂൾ ആയിരിക്കും. കാരണം 10,000ന്റെ 10%. അപ്പോൾ ഓരോ ലെവൽ കഴിയുമ്പോഴത്തേനും എനർജി ലെവൽ എപ്പോഴും കുറഞ്ഞേ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാന്റ് പ്രോഡക്റ്റ് കഴിക്കാൻ പറയുന്നത്. ഹ്യൂമൻ ബീങ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഫുഡ് ചെയിനിന്റെ ലാസ്റ്റ് ലെവലിൽ മാത്രമേ ഹ്യൂമൻ ബീങ്സ് വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന എനർജി വന്നിട്ട് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഇത് 1 lakh കിട്ടുമെങ്കിൽ നമുക്ക് 10 ജൂൾ ഓഫ് എനർജി ആയിരിക്കും നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പ്ലാന്റ് പ്രോഡക്റ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ ആ ഡയറക്റ്റ് എനർജി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ് കഴിക്കണം അല്ലെങ്കിൽ ചീര വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ ഈ ഒരു 1 lakh ജൂൾ ഓഫ് എനർജിയും എന്റെ ബോഡിയിൽ കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്ലാന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിക്കണം പറയുന്നത്. ഓക്കെ, അപ്പോൾ 10% ഓഫ് ലായും ഒന്ന് നോക്കുക. ഇമ്പോർട്ടൻസ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ റീഡർ ഫുൾ ആയിട്ട് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നല്ലപോലെ പഠിക്കാം. ട്രോപ്പിക് ലെവൽ. ഈ ട്രോപ്പിക് ലെവൽ എന്ന് പറയുമ്പോഴത്തേനും അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ ട്രോപ്പിക് ലെവൽ? ഞാൻ പറഞ്ഞില്ലേ ഈ സീരീസ് ഓഫ് ഓർഗാനിസംസ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ അങ്ങനെ ഒരു സീരീസ് ആയിട്ട് പോകും. അപ്പൊ ഇതിനെ നമുക്കൊരു ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ റീഡിലുണ്ട് ഈ ഒരു ഡയഗ്രാം. അപ്പോൾ ട്രോപ്പിക് ലെവൽ എന്ന് കേൾക്കുമ്പോഴത്തേനും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം വരച്ചാലും നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രോപ്പിക് ലെവലിനെ മെയിൻ ആയിട്ട് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ലെവലിന്റെ ബേസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ മോഡലിൽ വരച്ചിട്ട് അതിന്റെ ലാസ്റ്റ് ബേസിൽ പ്രൊഡ്യൂസേഴ്സ് എഴുതുക. ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ജസ്റ്റ് മേലായിട്ട് പ്രൈമറി കൺസ്യൂമേഴ്സ് എഴുതുക. പ്രൈമറി കൺസ്യൂമേഴ്സ്. ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ടെറിഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷറി കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസേഴ്സിൽ പ്ലാന്റ്സ് ആണ് വരുന്നത്. പ്ലാന്റ്സ് ആർ ദ പ്രൊഡ്യൂസേഴ്സ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സ് ആർ ദ പ്രൊഡ്യൂസേഴ്സ്. ഈ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് മോസ്റ്റ്ലി വന്നിട്ട് ഹെർബിവോർസ് ആർ ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇനി ഹെർബിവോർസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഇത് വന്നിട്ട് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ടെറിഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. അപ്പൊ നമ്മളാണ് ഈ ടോപ്പ് മോസ്റ്റ് ലെവലിൽ ഇരിക്കുന്നവരാണ് നമ്മൾ. മോസ്റ്റ്ലി ആനിമൽസ്. നമ്മൾ വന്നിട്ട് ആനിമൽസ് ഓർ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ വന്ന് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന എനർജി ലെവൽ വന്നിട്ട് ഭയങ്കര കുറവായിരിക്കും. കാരണം നമ്മളാണ് ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ട്രോപ്പിക് ലെവൽ എന്ന് പറയാൻ പറ്റും. അപ്പൊ ട്രോപ്പിക് ലെവലിൽ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷറി കൺസ്യൂമേഴ്സ്. അതായത് പ്ലാന്റ്സ്, ഹെർബിവോർസ്, ഓംനിവോർസ്, കാർണിവോർസ് അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ പറയുന്ന വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഈ എനർജി ലെവൽ വന്നിട്ട് യൂണി ഡയറക്ഷനിൽ എന്ന് പറയാൻ പറ്റും. യൂണി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ എനർജി പോകത്തുള്ളൂ. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ്, ഇപ്പൊ പ്ലാന്റ്സിനെ വന്നിട്ട് പ്രൈമറി കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. ഈ പ്രൈമറി കൺസ്യൂമേഴ്സിൽ നിന്ന് എനർജി പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കിട്ടൂല. പ്രൊഡ്യൂസേഴ്സിന്റെ എനർജി വന്നിട്ട് പ്രൈമറി കൺസ്യൂമേഴ്സിന് കിട്ടും. പക്ഷെ പ്രൈമറി കൺസ്യൂമേഴ്സിന്റെ എനർജി വന്നിട്ട് പ്രൊഡ്യൂസേഴ്സിന് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് എനർജി ലെവൽ ഈസ് യൂണി ഡയറക്ഷൻ എന്ന് പറയും. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സിന് പ്രൊഡ്യൂസേഴ്സിൽ നിന്നുള്ള എനർജി പോരും. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നവർക്ക് ഇതിൽ നിന്നുള്ള എനർജി ഇവർക്ക് കിട്ടും, ഇതിൽ നിന്നുള്ള എനർജി ഇവർക്ക് കിട്ടും. പക്ഷെ ഒരിക്കലും എനർജി വന്നിട്ട് തിരിച്ചു വരില്ല. മനസ്സിലായ? ഓരോ ലെവൽ എന്തുകൊണ്ട് എനർജി തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ ഓരോ ലെവലിൽ പോകുമ്പോഴും എനർജി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 1 lakh എനർജി വന്നിട്ട് 10,000 ആവും, പിന്നെ 1000 ആവും, പിന്നെ 100 ആവും, പിന്നെ 10 ആവും. അപ്പൊ എനർജി ലെവൽ കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെയാണ് അത് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എനർജി ലെവൽ ഈസ് യൂണി ഡയറക്ഷണൽ. അതൊരു ക്വസ്റ്റ്യൻ 2 മാർക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ
അപ്പൊ ഇനി അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി എക്കോസിസ്റ്റം പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സ്, ഡീകമ്പോസേഴ്സ്, കൺസ്യൂമേഴ്സ് അത് പറഞ്ഞു, ഫുഡ് ചെയിൻ പറഞ്ഞു, ഫുഡ് വെബ് പറഞ്ഞു, 10% ലോ പറഞ്ഞു, ട്രോപ്പിക് ലെവൽ പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത നിങ്ങളെ റീഡറിലുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എടുക്കുമ്പോഴത്തേനും ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഈ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു നമ്മളെ ഫുഡ് ട്രോപ്പിക് ലെവലിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ ഇരിക്കുന്ന ഒരു ഓർഗാനിസംസ് ആണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു പ്ലാന്റ് നമ്മൾ നടുമ്പോഴത്തേനും ആ പ്ലാന്റിന് നമ്മുടെ ടാർഗറ്റ് എന്താണ്? ആ പ്ലാന്റിൽ നിന്ന് മാക്സിമം പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ പ്ലാന്റ്സിന് യൂസ് ചെയ്യും. കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് അതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഈ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും പ്ലാന്റ് അത് അബ്സോർബ് ചെയ്യും. ഇപ്പൊ ഒരു ടൊമാറ്റോ ചെടി എന്ന് വെക്കുക, ഈ ടൊമാറ്റോയുടെ മൂട്ടിൽ നമ്മൾ കുറച്ച് കെമിക്കൽസോ ഫെർട്ടിലൈസറോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ മാക്സിമം അതിൽ നിന്നുള്ള ആ ന്യൂട്രിയൻസ് ആ ടൊമാറ്റോ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. ടൊമാറ്റോ പ്ലാന്റ് അബ്സോർബ് ചെയ്തിട്ട് ആ ടൊമാറ്റോയ്ക്ക് കൊടുക്കും. ആ ടൊമാറ്റോ നമ്മൾ കടയിൽ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ എത്ര പുറമേ അത് വാഷ് ചെയ്താലും ആ ടൊമാറ്റോയുടെ ഉള്ളിൽ ആ ഒരു കെമിക്കൽസ്, ഫെർട്ടിലൈസർ എല്ലാം കാണും. അത് നമ്മളെ കൊണ്ട് വാഷ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എത്ര കുക്ക് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അത് നമ്മളെ ബോഡിക്കകത്തോട്ട് പോകും. അപ്പം ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. മനസ്സിലായോ? ഈസി ടോപ്പിക്കാണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഈ പ്ലാന്റ്സിലൊക്കെ നിറയെ എന്തുമാത്രം കെമിക്കൽസ്, ഫെർട്ടിലൈസർ യൂസ് ചെയ്യണോ അതിന്റെ ഒരു കുറച്ച് പെർസെന്റേജ് എങ്കിലും നമ്മൾ ബോഡിക്കകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിന്റെ വെളിയിൽ മാത്രമല്ല ആ ഒരു ഫെർട്ടിലൈസറും കെമിക്കലും ഉള്ളത്, ആ ഒരു പ്രോഡക്റ്റിന്റെ അകത്ത് ഇൻസൈഡിലുള്ളത് നമുക്ക് കഴുകി കളയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെയും പോകും. നമ്മളിപ്പോ എന്ത് കടയിൽ നിന്ന് വാങ്ങിയാലും ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് സംതിങ് ഏത് വാങ്ങിയാലും അതിൽ കുറച്ച് പെർസെന്റേജ് ഓഫ് കെമിക്കൽസ് ഓർ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിന് ഇങ്ങനെ നമ്മളെ ബോഡിക്കകത്ത് ഈ കെമിക്കൽസ്, ഫെർട്ടിലൈസർ പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഇതിൽ നമുക്കൊരു രക്ഷ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഒരു ഫ്രൂട്ട്സിനകത്തുള്ള ഒരു കെമിക്കൽസ്, ഫെർട്ടിലൈസർ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന്റെ പുറമേ ഉള്ളത് അതിന്റെ ആ ഒരു തോല് എല്ലാം റിമൂവ് ചെയ്യുമ്പോഴത്തേനും അത് പോകാമെന്ന് വിചാരിക്കാം. പക്ഷെ അകത്തുള്ളത് അകത്ത് തന്നെയായിരിക്കും. അത് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ ബോഡിക്കകത്തോട്ട് പോകും. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഓസോൺ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഓസോൺ. നല്ല പഠിച്ചോളുക. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ ഇതൊരു 3 മാർക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓസോൺ നമ്മുടെ എർത്തിന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് അല്ലെ? ഇപ്പൊ ഇതൊന്ന് വെക്കുക, ഇതാണ് എർത്ത് എന്ന് വെക്കുക സപ്പോസ്. അപ്പൊ എർത്തിന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് ലെയറിനെ പറയുന്ന പേരാണ് ഓസോൺ. പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ എർത്ത് ഈസ് കാൾഡ് ഓസോൺ. ഈ ഓസോൺ എന്ന് പറയുമ്പോഴത്തേനും O3 മോളിക്യൂൾ ആണ് ഓസോൺ. നമുക്കറിയാം നമ്മുടെ എയറിൽ ഓക്സിജൻ ഉണ്ട്. ആ എയറിലുള്ള ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേനും ഓക്സിജന്റെ 2 മോളിക്യൂൾ ആണ്. പക്ഷെ ഓക്സിജന്റെ 3 മോളിക്യൂൾ ചേർന്നാൽ അതിനെ പറയുന്ന പേരാണ് ഓസോൺ. ഓക്സിജന്റെ 2 മോളിക്യൂൾ നമ്മൾ ബ്രീത്തിങ് ചെയ്യും, റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഡാമേജ് അല്ല, പോയിസണും അല്ല. പക്ഷെ O3 എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് പോയിസൺ ആണ്. അത് നമുക്ക് ബ്രീത്ത് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഈ O3 മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് എർത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ലെവലിലാണ് O3 മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പൊ ഈ O3 വന്നിട്ട് ഓസോൺ, അപ്പൊ ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ എർത്ത് ആണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. പക്ഷെ ഈ എർത്തിൽ ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് എല്ലാം കൂടുതലല്ലേ. നമ്മുടെ ആ ഒരു ഓരോരോ പ്രവർത്തികൾ കൊണ്ടും ഈ ഡെവലപ്മെന്റ് കൊണ്ടും പൊല്യൂഷനും, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനും, എയർ പൊല്യൂഷനും, നോയിസ് പൊല്യൂഷനും, എല്ലാ പൊല്യൂഷനും ഇൻക്രീസ് ആവുമ്പോഴത്തേനും ഈ പൊല്യൂഷൻ എല്ലാം നേരെ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയി അവിടെ നിന്ന് ഈ ഓസോൺ ലെയറിൽ ഡാമേജ് വരും. ഈ ഓസോൺ ലെയറിൽ ഡാമേജ് വരുമ്പോഴത്തേനും ഇപ്പം ഇവിടെയാണ് സൂര്യൻ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സൂര്യനിൽ നിന്ന് സൺലൈറ്റ് ഭൂമിയിലോട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ സൺലൈറ്റില് നമുക്ക് ആവശ്യമില്ലാത്ത നിറയെ റേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് റേസ് ആണ് UV റേസ് എന്ന് പറയുന്നത്. ഈ UVയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് റേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. ഈ അൾട്രാവയലറ്റ് റേസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ പെടുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാം. സ്കിൻ ക്യാൻസർ, സ്കിന്നിൽ ഇച്ചിങ് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സണ്ണിൽ നിന്നുള്ള ഈ UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറിങ് ആണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. ഈ ഓസോണിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഓസോണിന് വിള്ളൽ വന്നു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് ആയിട്ട് UV റേസ് എർത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പൊ എർത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ലിവിങ് തിങ്സിനൊക്കെ ഒരുപാട് ഡാമേജ് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മള് ഈ ഓസോൺ ലെയറിന് ഡാമേജ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിന് പറയുന്ന പേരാണ് CFC ഗ്യാസ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. CFCയുടെ ഫുൾ ഫോം നോക്കുക, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പൊ ഈ ഗ്യാസിന്റെ ഓവർ പ്രൊഡ്യൂസ് വരുമ്പോഴത്തേനും ഈ ഗ്യാസ് ആണ് മേലെ പോയിട്ട് ഈ ഓസോൺ ലെയറിന് വിള്ളൽ സംഭവിക്കാനുള്ള മെയിൻ റീസൺ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 10-20 വർഷം മുമ്പൊക്കെയുള്ള നമ്മുടെ 10-20 വർഷം മുമ്പ് നമ്മുടെ ആ ഒരു റെഫ്രിജറേറ്ററിൽ ഒക്കെ ഈ ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. 20 വർഷം മുമ്പ്, ഇപ്പോഴല്ല, റീസെന്റ് എല്ലാമേ നമ്മുടെ ഗവൺമെന്റ് അതെല്ലാം ബേൺ ചെയ്തിട്ടുണ്ട്. ഒരു 20 വർഷം മുമ്പേ ഉള്ള റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിൽ പിന്നെ എയർ കണ്ടീഷനിലെല്ലാം മോസ്റ്റ്ലി ഈ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, CFC ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ഗ്യാസ് എല്ലാം മേലെ പോയിട്ട് ഈ ഓസോൺ ലെയറിനെ ഡാമേജ് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഈ CFC ഗ്യാസ് എല്ലാം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിലൊന്നും ഈ ഒരു CFC ഗ്യാസ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ മെയിനായിട്ട് ഈ ഒരു ഗ്യാസിന്റെ ഒരു യൂസസ് ആണ് ഈ ഓസോൺ ലെയറിൽ ഡാമേജ് ആവാനുള്ള റീസൺ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓസോണിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓസോൺ ഈസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദി എർത്ത് എന്ന് എഴുതാം. ഫസ്റ്റ് പോയിന്റ്, പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദി എർത്ത്. O3 ഈസ് കാൾഡ് ഓസോൺ. ഓസോൺ ഈസ് പോയിസണസ് ഒരു ഗ്യാസ് ആണ് ഓസോൺ. അപ്പോ ഗ്ലോബൽ വാർമിംഗ്, ഇൻക്രീസ് ഇൻ ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസസ് the layer of the ozone and UV rays will directly came to the earth atmosphere. UV rays directly earth atmosphere il varum. Appo living things, it will damage the body of living things and also causes skin cancers ellam produce ചെയ്യും. അതേമാതിരി ലിവിങ് തിങ്സ് എല്ലാം ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് CFC ഗ്യാസിനെല്ലാം ബേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓസോണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ എഴുതാം. നമുക്കറിയാം നമ്മുടെ എയറിൽ ഓക്സിജൻ കാണപ്പെടുന്നത് O2 ഫോമിലാണ്. ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേനും O2 സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേനും O+O ആയിടും. ഇനി ഈ ഓക്സിജൻ വന്നിട്ട് വീണ്ടും വന്നിട്ട് അറ്റ്മോസ്ഫിയറിലെ O2 ആയിട്ട് റിയാക്ട് ചെയ്ത് O3 ഗ്യാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ O3 ഗ്യാസിനെയാണ് നമ്മൾ ഓസോൺ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ഈസ് അവർ ഡ്യൂട്ടി. നമ്മുടെ ഡ്യൂട്ടിയാണ് ഓസോൺ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റ് നിറയെ ആക്ഷൻസ് ഒക്കെ ഇപ്പൊ എടുത്തു വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉള്ള അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ. അതാണ് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിന്റെ കൂടെ മിക്സ് ആവാൻ കഴിവുള്ള ഒരു സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ബയോഡിഗ്രേഡബിൾ. നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തുമായിട്ട് അല്ലെങ്കിൽ സോയിലായിട്ട് അത് മിക്സ് ആവില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾ വേസ്റ്റ്, ആനിമൽ വേസ്റ്റ് ഇതൊക്കെ ഉണ്ട്. ഈ വേസ്റ്റ് നമ്മൾ മണ്ണിലോട്ട് ഇട്ട് കഴിഞ്ഞാലും ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേന് ഈ വേസ്റ്റ് ഒന്നും അവിടെ കാണൂല. കാരണം അത് മണ്ണിലെ മൈക്രോ ഓർഗാനിസംസുമായിട്ട് മിക്സ് ആയിട്ട് അതൊരു ന്യൂട്രിയസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിടും. അതിനെ പറയുന്ന പേരാണ് ബയോഡിഗ്രേഡബിൾ. ദ കൺവേർഷൻ ഓഫ് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ് ഇൻടു സംതിങ് ന്യൂട്രിയൻസ്. മണ്ണിൻ്റെ കൂടെ മിക്സ് ആവാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. കാരണം മൈക്രോ ഓർഗാനിസംസ് അതിനെ അഫക്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ബയോഡിഗ്രേഡബിൾ. ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിനെ, സറൗണ്ടിങ്സിനെ, എൻവയോൺമെന്റിനെ ഒന്നും ഡാമേജ് ചെയ്യത്തില്ല. അതേസമയം ഇപ്പൊ ഞാനൊരു പ്ലാസ്റ്റിക് ബക്കറ്റ് തൂക്കി എടുത്തെറിയാണ്, വെളിയിൽ എവിടെയെങ്കിലും എടുത്തെറിയാണ്. 1 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും ആ ബക്കറ്റ് ആ മണ്ണിന്റെ അടിയിൽ അങ്ങനെ തന്നെ കാണും. അതിന് ഒരു ഡാമേജും സംഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് ഈ പ്ലാസ്റ്റിക്കിന്റെ കൂടെ റിയാക്ട് ആവാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് നോൺ ബയോഡിഗ്രേഡബിൾ. നമ്മുടെ എൻവയോൺമെന്റിന് ഡാമേജ് ആവുന്ന തിങ്സിനെ പറയുന്ന പേരാണ് നോൺ ബയോഡിഗ്രേഡബിൾ. പ്ലാസ്റ്റിക്, റബ്ബർ ഇതൊക്കെ നോൺ ബയോഡിഗ്രേഡബിളിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുമ്പോഴത്തേനും ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾ വേസ്റ്റ് അതൊക്കെയാണ് ബയോഡിഗ്രേഡബിൾ. ഇത് നമ്മുടെ എൻവയോൺമെന്റിനെ ഡാമേജ് ചെയ്യത്തില്ല. പക്ഷെ നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുമ്പോഴത്തേനും പ്ലാസ്റ്റിക്, റബ്ബർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മണ്ണിൽ അങ്ങനെ കാണും. നമ്മുടെ സറൗണ്ടിങ്സിനെ ഡാമേജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ബയോഡിഗ്രേഡബിളും നോൺ ബയോഡിഗ്രേഡബിളും. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും.
അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എക്കോസിസ്റ്റം, ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം, പിന്നെ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്, ട്രോപ്പിക് ലെവൽ, ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ഓസോണ്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ, ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, ഇത്രയും മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. ഈ ഒരു 10 കോൺസെപ്റ്റ് കൂടെ കറക്റ്റ് ആയിട്ടില്ല. മാക്സിമം പോയാൽ ഒരു 7 8 കോൺസെപ്റ്റ് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. പിന്നെ ഒരു 10% ഇല്ല. ഈ ഒരു 7 8 കോൺസെപ്റ്റ് നല്ല തറവായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ കൺഫേം ആയിട്ട് ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 5 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.